Welcome to second part of Michelson-Morley experiment, part 2, classical mechanics, general theory of special theory of relativity, and this is semester 4 BSc Main Physics, 45th class. Michelson-Morley experiment, second part. The first part we have seen in the last class, and today we see the rest of the Michelson-Morley experiment. As you know, Michelson-Morley experiment was conducted using Michelson interferometer. The Michelson-Morley experiment was conducted by the device called the Michelson interferometer. So it is shown here as the second part of the essay. In the first part we have seen the theory, time t1, time t2, swimming analogy, in which second swimmer wins the race, that we have seen. And that theory is put into practice in this apparatus, in this experiment. And this experiment is called Michelson interferometer, and the Michelson-Morley experiment, and that is done using Michelson interferometer. You see the diagram of Michelson interferometer. Michelson interferometer diagram നിങ്ങൾ നോക്കുക. ഇത് നിങ്ങളെ ഒപ്റ്റിക്സ് പേപ്പറിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. മൈക്കൽസൺ ഒപ്റ്റിക്സ് പേപ്പറിനകത്ത് നിങ്ങൾ കണ്ടു കാണുന്നില്ലായിരിക്കും, നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഈ മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ നോക്കി എനിക്ക് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. രണ്ട് പ്ലേറ്റുകളാണ് പി ക്യൂ എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിക്കലി പ്ലെയിൻ പ്ലേറ്റ് ആണ്. അതിൻ്റെ സെക്കൻഡ് ഫേസ്, രണ്ടാമത്തെ ഫേസ് ഒരു സെമി സിൽവേർഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ആണ് ക്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ പിയും ക്യൂവിൻ്റെ രണ്ട് പ്ലേറ്റുകളാണ്, ഗ്ലാസ് പ്ലേറ്റുകൾ, ഒപ്റ്റിക്കലി പ്ലെയിൻ ആണ്. ഫസ്റ്റ് പ്ലേറ്റ് ബി നമ്മൾ ബീം ഡിവൈഡിങ് പ്ലേറ്റ് എന്ന് പറയും. സെക്കൻഡ് പ്ലേറ്റിനെ നമ്മൾ കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് എന്ന് പറയും. എസ് സോഴ്സ് ഓഫ് ലൈറ്റ്, ടി ടെലസ്കോപ്പ്, പിന്നെ M1 and M2 ആർ ടു ഫ്രണ്ട് സിൽവേർഡ് മിറേഴ്സ്. M1 and M2 ആർ ടു ഫ്രണ്ട് സിൽവേർഡ് മിറേഴ്സ്. ഒരു ഡിസ്റ്റൻസ് നമ്മൾ പി ക്യൂ എന്നുള്ള മാർക്ക് ചെയ്യും. അത് പിയിൽ നിന്ന് ക്യൂവിലേക്ക് M1 വരെയുള്ള ദൂരമാണ്. മറ്റേ ഡിസ്റ്റൻസ് PR മാർക്ക് ചെയ്യും. അത് പിയിൽ നിന്ന് M1 വരെ. പി ക്യൂ പിയിൽ നിന്ന് M2 വരെയാണ്. PR എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് M1 വരെയാണ്. രണ്ട് ഡിസ്റ്റൻസും പെർപെൻഡിക്കുലറാണ്. നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് വിചാരിക്കുന്നത്. നമ്മളതിൻ്റെ തിയറി പറഞ്ഞ പോലെ, റിവർ സ്വിമ്മിങ് അനലോഗിയിൽ പറഞ്ഞ പോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പടത്തേക്ക് മനസ്സിലാക്കി കാണും. ഒരു ബീം വന്നിട്ട് ഒരു ലെൻസ് അതിനെ പോലെ പാരലായിട്ട് അയക്കുന്നത്. സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ ലെൻസ് പാരലായിട്ട് മുന്നോട്ട് വിടും. അത് പിയിൽ വന്ന് വീണിട്ട് രണ്ട് ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് പി ക്യൂവിലേക്ക് പോവും, രണ്ട് PR-ലേക്ക് പോവും. അവിടെയുള്ള രണ്ട് മിറേഴ്സ് M1 M2 അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. അത് പിയിലൂടെ കടന്ന് വന്നിട്ട് ടെലസ്കോപ്പിൽ കിട്ടും. ഈ മേപ്പോട്ട് പോകുന്ന റേ PR തിരിച്ചു വരുമ്പോൾ അത് എയറിനകത്തൂടെയാണ് പോകുന്നത്. എന്നാൽ ഈ രണ്ടാമത്തെ റേ, അപ്പോൾ ഈ പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴത്തെ പോയിന്റിൽ നിന്നാണ്, ആ പ്ലേറ്റ് പിയുടെ താഴത്തെ പോയിന്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മേപ്പോട്ട് പോകുന്ന റേ രണ്ട് പ്രാവശ്യം ഗ്ലാസിനകത്തൂടി പോകുന്നുണ്ട്, താഴോട്ടും മുകളിലോട്ടും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. റേ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ബീം ഡിവൈഡ് ചെയ്യുന്നത് പി എന്ന പ്ലേറ്റിന് താഴത്തെ പോയിന്റിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ആ PR റേ അത് മേപ്പോട്ടും കിഴിപ്പോട്ടും കുറേ അതിനകത്തോട്ട് പോകും, അല്പം ഗ്ലാസിനകത്തോട്ട് പോകുന്നുണ്ട്. നമുക്ക് കാണാം താഴെ ആ പ്ലേറ്റിനകത്ത് കൂടി. എന്നാൽ ഈ പി ക്യൂവിന് അത്തരം ഒരു ഗ്ലാസ്സിലെ ഒരു ട്രാൻസിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റൊരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് അതേ ഘനത്തിൽ, അതേ തിക്നെസ്സിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് മാറി മറ്റൊരു പ്ലേറ്റ്, ആ പ്ലേറ്റ് നമ്മൾ G1 G2 ആണ്. പ്ലേറ്റ്, ഗ്ലാസ് പ്ലേറ്റ് G1 G2 എന്നാണ് പറയുന്നത്. ആ പി എന്നുള്ളത് ആ ഗ്ലാസ് പ്ലേറ്റിൻ്റെ പുറകിലെ പോയിന്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ അപ്പാരസിനെ കുറിച്ച് ഇതിനകത്ത് കാര്യമായിട്ടൊന്നും പറയുന്നില്ലേ, വളരെ ചുരുക്കിയാണ് പറയുന്നത്. അപ്പോൾ നോക്കി G1 G2 ആ 45 ഡിഗ്രി ചരിച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റുകൾ G1 G2, അവയെ നമ്മൾ ബീം ഡിവൈഡിങ് പ്ലേറ്റ് എന്ന് പറയും.
M1 M2 ഫ്രണ്ട് സിൽവേർഡ് മിറേഴ്സ് ആണ്. അവ രണ്ടും പെർപെൻഡിക്കുലറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എസ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. സോഴ്സ് ഓഫ് ലൈറ്റ്, പിന്നെ T ടെലസ്കോപ്പ്, L ലെൻസ്, ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. Figure shows Michelson interferometer. Light from a monochromatic source S passes through a glass plate G1. G1 is called a beam dividing plate. ഒന്നാമത്തെ glass plate. Half of the light is reflected from G1 and half is transmitted. The transmitted light travels towards mirror M2 and the reflected light moves towards M1. അപ്പോൾ ആ പിയിൽ വെച്ച് ബീം ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ട് പിന്നെ M2ലേക്ക്, മറ്റേ പാർട്ട് M1ലേക്ക് പോകുന്ന പറയുന്നത്. M1 and M2 are front silvered mirrors and kept perpendicular. അപ്പോൾ M1 M2 നമ്മൾ പഠിത്തം കണ്ടതാണ്. അത് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിരിക്കുന്ന രണ്ട് മിറേഴ്സാണ് പിയിൽ നിന്ന് തുല്യ അകലത്തിൽ. The beams undergo normal reflection at mirrors M2 and M1 respectively and retrace their path. M1 M2ലും ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് അതേ വഴിക്ക് റിട്ടേൺ ചെയ്യും. The rays are received by the observer through the telescope. ഈ റിട്ടേൺ ചെയ്ത് വരുന്ന രണ്ട് റേസിനെ നമുക്ക് ടെലസ്കോപ്പിൽ കിട്ടും. The distance PQ is equal to PR. The analogy between താരതമ്യം the analogy between the swimmer's rays and the optical rays are obvious. അപ്പോൾ നീന്തൽക്കാരുടെ ആ കാര്യവും ഇവിടെയുള്ള ഈ റേസ് സഞ്ചരിക്കുന്ന ദൂരവും അല്ലെങ്കിൽ റേസ് പോകുന്ന മത്സരവും രണ്ടും നമുക്ക് വളരെ പിന്നെ സാമ്യമുള്ളതായിട്ട് തോന്നും. The time taken by the second ray is less. രണ്ടാമത്തെ റേ ആണ് കുറച്ച് സമയം എടുക്കുന്നത്. അതായത് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന റേ, PR റേ, അതാണ് കുറച്ച് സമയം എടുക്കുന്നത്. ദിസ് ടൈം ഡിഫറൻസ് ഇസ് ഗിവൺ ബൈ. ഈ ടൈം ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച T1ൻ്റെയും T2ൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർക്കണം. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച T1 T2 ഓർക്കണം. അപ്പോൾ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു റേസ്, PQയിലേക്ക് പോകുന്ന റേ റിട്ടേൺ ചെയ്യുമ്പോഴുള്ള സമയം T1, Pയിൽ നിന്ന് Rലേക്ക് പോയിട്ട് റിട്ടേൺ ചെയ്യുന്ന സമയം T2. ആ ഡിഫറൻസ് ആണ് ഡെൽറ്റ T, T1 മൈനസ് T2. എന്താണ് T1ൻ്റെ ഇക്വേഷൻ? അത് 12c/c² - c² ആണ്. എന്താണ് T2ൻ്റെ ഇക്വേഷൻ? 12/√c² - ആണ്. അപ്പോൾ എന്താണ് ഡിഫറൻസ്? വാട്ട് ഈസ് ഡിഫറൻസ്? ഡെൽറ്റ T1 മൈനസ് T2 ഈക്വൽ ടു 12c/c² - c² മൈനസ് 12/√c² - c². In the first term, from denominator we take c² outside, so we get a 12c/c² into 1 minus c², and from second term we take c² outside. In the denominator we get 12/c in the root of 1 minus c² - c², and out of these two terms we take 12/c as a common factor. So inside the bracket we get 1/1 minus c² - c² minus 1/√1 minus c² - c². കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണല്ലോ, മനസ്സിലായില്ലേ? ആ T1 T2 നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. T1 എന്ന് പറഞ്ഞാൽ 12c/c² - c² ആണ്. T2 12/√c² - c² ആണ്. അപ്പോൾ ടൈം ഡിഫറൻസ് ഡെൽറ്റ T കാണുന്നത് T1 മൈനസ് T2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം. 12c/c² into 1 minus c² - c² minus 12/c in the root of 1 minus c² - c². ഇവിടെ 12/c കോമൺ ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാം. ബ്രാക്കറ്റിന് പുറത്ത് ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 12/c into 1 minus c² - c². ലാസ്റ്റ് സ്റ്റെപ്പാണ് വായിക്കുന്നത്. 1/1 minus c² - c² minus 1/√1 minus c² - c². ബാക്കി സിംപ്ലിഫിക്കേഷൻ നോക്കുക എങ്ങനെയാണെന്ന്. ഈ 1/1 minus c² - c² നമുക്ക് ആ 1 മാറ്റിയിട്ട് പവറാക്കി പറയുമ്പോൾ 1 minus c² - c² raised to -1. അതുപോലെ റൂട്ട്
ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ നമുക്ക് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ റേസ് ടു -12 എന്നും പറയാം. മുകളിൽ കൊണ്ട് -12 എന്നും പറയാം. അപ്പോൾ തൊട്ട് മുമ്പ് കണ്ട സ്റ്റെപ്പ് ഇങ്ങനെ നമുക്ക് എഴുതാം. ഡെൽറ്റ ടി ഈക്വൽ ടു 12/c ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ റേസ് ടു -1 മൈനസ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ റേസ് ടു -12. ഇത് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഒരു അപ്രോക്സിമേഷൻ കൊടുക്കും. ബൈനോമിയൽ അപ്രോക്സിമേഷൻ 1 + x ദ ഹോൾ റേസ് ടു n ഈസ് ടു 1 + nx. കാരണം ബി സ്ക്വയർ ബൈ സി സ്ക്വയർ വളരെ ചെറിയ സംഖ്യയാണ്. എക്സ് മറ്റൊരു സ്ഥാനം 1 ആണെങ്കിൽ 1 + x ദ ഹോൾ റേസ് ടു n ഈക്വൽ ടു 1 + nx എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹയർ ടൈംസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഒരു അപ്രോക്സിമേഷൻ പറയുന്നത് എക്സ് വളരെ സ്മോൾ ആണെങ്കിൽ 1 + x ദ ഹോൾ റേസ് ടു n ഈക്വൽ ടു 1 + nx ആണ്. അത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും രണ്ട് ടൈമിലും. 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അത് 1 മൈനസ് x ദ ഹോൾ റേസ് ടു n എന്നാണ് ആ ഫോം വരുന്നത്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ആദ്യ ടൈം 1 + nx മൈനസ് പ്ലസ് ആണ്. അപ്പോൾ 1 + വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ബ്രാക്കറ്റിലിട്ട് രണ്ടാമത്തെ പവർ ചെയ്യണം. അവിടെ 1 + x ദ ഹോൾ റേസ് ടു n അപ്ലൈ ചെയ്യുമ്പോൾ റേസ് ടു n ആയിട്ട് റേസ് ടു ഹാഫ് ആണ്. പിന്നെ അകത്ത് മൈനസ് ആണല്ലോ. അപ്പോൾ 1 + വി സ്ക്വയർ ബൈ 2 സി സ്ക്വയർ എന്ന് വരും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ രണ്ടാമത്തെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 12/c ഇനി 1 + വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് 1 മൈനസ് വി സ്ക്വയർ ബൈ 2 സി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 1 ഉം -1 വെട്ടിപ്പോവും. വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഒരെണ്ണം വെട്ടിപ്പോയിട്ട് ഒരെണ്ണം അല്ല ഹാഫ് വെട്ടിപ്പോയിട്ട് നമുക്ക് വി സ്ക്വയർ ബൈ 2 സി സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കിട്ടും. പുറത്ത് 12/c ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ടി എൽ വി സ്ക്വയർ ബൈ സി ക്യൂബ്ഡ് എന്ന് വരും. 2 വെട്ടിപ്പോവും. അപ്പോൾ ഡെൽറ്റ ടി കിട്ടുന്നത് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എൽ വി സ്ക്വയർ ബൈ സി ക്യൂബ്ഡ് ആണ്. ആ രണ്ട് സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കാരണം നോക്കുക, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് T2 ലെസ് ദാൻ ടൈം ആണെന്ന് ഓർത്തോളാം T1നേക്കാൾ. This time difference correspond to a phase difference given by a path difference given by ഈ ടൈം പാത്തിന് തുല്യമാണല്ലോ. പാത്താക്കാൻ വേണ്ടി സി കൊണ്ട് വിളിച്ചാൽ മതി. വെലോസിറ്റി ഇൻറ്റു ടൈം ഈസ് ഡിസ്റ്റൻസ്. നമുക്ക് കിട്ടിയ ടൈം ഡിഫറൻസിനെ പാത്ത് ഡിഫറൻസ് ആക്കാൻ വെലോസിറ്റി ഓഫ് ലൈറ്റ് കൊണ്ട് വിളിച്ചാൽ മതി. വെലോസിറ്റി ഓഫ് ലൈറ്റാണ് സഞ്ചരിക്കുന്നത്. ലൈറ്റാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ആയിട്ട് ലൈറ്റ് സ്പീഡാണ് എടുക്കേണ്ടത്. ഡെൽറ്റ ഈസ് ഈക്വൽ സി ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ സി ഇൻറ്റു പുട്ട് ദി വാല്യൂ ഓഫ് ഡെൽറ്റ ടി എൽ വി സ്ക്വയർ ബൈ സി ക്യൂബ്ഡ്. ഡെൽറ്റ ഈക്വൽ ടു എൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. അതാണ് പ്രധാനപ്പെട്ട ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ പാത്ത് ഡിഫറൻസ് കിട്ടി. ദിസ് പാത്ത് ഡിഫറൻസ് ഷോസ് ഇറ്റ്സെൽഫ് എ മൂവ്മെൻറ്റ് ഓഫ് ഫ്രിഞ്ച് ഫ്രം ദി പൊസിഷൻ ദേ വുഡ് ഹാവ് ഹാഡ് ഈഫ് ദർ വാസ് നോ ഈതർ ഫ്ലോ. ഈതർ ഫ്ലോ ഇല്ലായിരുന്നെങ്കിൽ എവിടെ ഫ്രിഞ്ച് കിട്ടുമായിരുന്നു. അവിടെ നിന്നുള്ള ഫ്രിഞ്ച് ഷിഫ്റ്റാണ് ഈ ഡെൽറ്റ കാണിക്കുന്നത്. ഈതർ ഫ്ലോ ഇല്ലായിരുന്നെങ്കിൽ എവിടെ ഫ്രിഞ്ച് നമുക്ക് ആദ്യം കിട്ടുമായിരുന്നു, അതിൽ നിന്നുള്ള ഷിഫ്റ്റാണ് ഈ പാത്ത് ഡിഫറൻസ് കാണിക്കുന്നത്. ഞാൻ സെൻറ്റൻസ് ഒന്ന് പ്രത്യേകം വായിക്കാം. ദ പാത്ത് ഡിഫറൻസ് ഷോസ് ഇറ്റ്സെൽഫ് എ മൂവ്മെൻറ്റ് ഓഫ് ഫ്രിഞ്ചസ് ഫ്രം ദി പൊസിഷൻ they would have had if there was no either flow. അപ്പോൾ ഇവിടെ നമുക്കൊരു പാത്ത് ഡിഫറൻസ് കിട്ടി. അപ്പോൾ ഈതർ ഫ്ലോ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഫ്രിഞ്ച് ഷിഫ്റ്റിനെ കാണിക്കുന്ന ഒരു പാത്ത് ഡിഫറൻസാണ്. ആ നേരത്തെ ഫ്രിഞ്ച് ആദ്യം ഫ്രിഞ്ച് എവിടെ ഇരുന്നു അതിൽ നിന്നുള്ളൊരു മൂവ്മെൻ്റാണ് ഇത് കാണിക്കുന്നത്. ഈതർ ഫ്ലോ ഇല്ലാത്ത സ്ഥലത്ത് ഈതർ ഫ്ലോ ഇല്ലെങ്കിൽ എവിടെ ഫ്രിഞ്ച് കിട്ടുമായിരുന്നു അവിടെ നിന്നുള്ള മാറ്റമാണ്. ഈതർ ഫ്ലോ ഉണ്ടെങ്കിൽ വി ഉണ്ടെങ്കിൽ ആ ഫ്രിഞ്ചുകൾക്ക് വരുന്നത് ആ ഷിഫ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഈ മൈക്രോസ് ഇൻ്റർഫെറോമീറ്ററിൽ നമ്മൾ ഫ്രിഞ്ച് കാണും. പാത്ത് ഡിഫറൻസ് അഡീഷണൽ വരികയാണെങ്കിൽ ഫ്രിഞ്ചിൽ ഷിഫ്റ്റ് ഉണ്ടാകും. അത്തരം ഷിഫ്റ്റാണ് ഈ ഡെൽറ്റ കാണിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഉണ്ടെങ്കിൽ, റിവറിന് വെലോസിറ്റി ഉണ്ടെങ്കിൽ, ഈതറിന് വെലോസിറ്റി ഉണ്ടെങ്കിൽ ഈ ഫ്രിഞ്ച് ഷിഫ്റ്റ് എവിഡൻ്റ് ആണ്. എൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത്. പക്ഷേ പറയാൻ പോകണമെന്താ അറിയോ, ഇത്തരം ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റ്, ഈ ഇക്വേഷൻ കാണിക്കുന്ന ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റ്
ഈ മൈക്കേഴ്സനും മോർലിക്കും കാണാൻ പറ്റിയില്ല എന്നാണ് പറയാൻ പോകുന്നത്. Right, this fringe shift is not observed actually as such because we do not know the position of the fringe corresponding to no either flow. അപ്പോൾ ഈ ഫ്രിഞ്ച് ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല. കാരണം ഈതർ ഫ്ലോ ഇല്ലെങ്കിൽ എവിടെ ഫ്രിഞ്ച് കിട്ടുമായിരുന്നു അത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഫീൽഡ് ഓഫ് ഫീല് ടെലിസ്കോപ്പിൽ എവിടെ ഫ്രിഞ്ച് സെൻട്രൽ ബാൻഡ് കിട്ടുമായിരുന്നു ഈതർ ഫ്ലോ ഇല്ലെങ്കിൽ അത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാൻ പറ്റില്ല. ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി, അപ്പോൾ ഈ ഒരു കുഴപ്പം പരിഹരിക്കാനായിട്ട് അവർ ചെയ്തതാണ്. ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി ദ അപ്പാരറ്റസ് വാസ് ടേൺഡ് ത്രൂ 90 degrees so that PQ ആൻഡ് PR ആർ ഇൻ്റർചേഞ്ച്ഡ്. അപ്പോൾ ഒറിജിനൽ ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാൻ പറ്റാത്തത് കൊണ്ട് അവർ അപ്പാരറ്റസ് ടേൺ ചെയ്യും 90 degree, അതായത് PR-ൻ്റെയും PQ-ൻ്റെയും പൊസിഷൻ 90 degree വ്യത്യാസപ്പെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും. The effect of rotating the apparatus through 90 degrees to produce 90 degrees to produce a path of 2 delta. അപ്പോൾ അപ്പാരറ്റസ് 90 degree ടേൺ ചെയ്താൽ നമുക്ക് 2 delta പാത്ത് കിട്ടണം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. The corresponding fringe shift was actually measurable in Michelson-Morley experiment. ഈ 2 delta മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റിൽ അളക്കാൻ പറ്റേണ്ടതാണ്. ആ ടെലസ്കോപ്പ് നോക്കി മൈക്രോമീറ്റർ സ്ക്രൂ തിരിച്ച് നമുക്ക് ഈ ഫ്രിഞ്ച് ഷിഫ്റ്റ് അളക്കാൻ പറ്റേണ്ടതായിരുന്നു. കാരണം നിങ്ങൾ മൈക്കേഴ്സൺ ഇൻ്റർഫെറോമീറ്റർ പഠിക്കാത്തത് കൊണ്ടാണ് ഈ ഫ്രിഞ്ച് ഷിഫ്റ്റും മറ്റൊക്കെ പറയാൻ പ്രയാസം. ആ ഫീൽഡ് ഓഫ് ഫീൽഡ് ഫ്രിഞ്ചസ് കാണും, അത് ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് അളക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംഭവിക്കുന്നത് നോക്കുക. However, Michelson and Morley failed to observe. അതാണ് പോയിന്റ്. However, Michelson and Morley failed to observe such fringe shift even when the experiment was repeated over an extended period of time. വളരെ നീണ്ട കാലം ഇവർ ഈ പരീക്ഷണം ആവർത്തിച്ചു എങ്കിലും, ഞാൻ പറഞ്ഞില്ലേ 81 തൊട്ട് 87 വരെ ഉള്ള കാലമാണ് പറയുന്നത്. 1881 മുതൽ 87 വരെ ഇങ്ങനെ വളരെ കാലം ഇവർ ഈ പരീക്ഷണം ആവർത്തിച്ചു എങ്കിലും ഇവർക്ക് ഇത്തരം ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാനായിട്ട് കഴിഞ്ഞില്ല. നെഗറ്റീവ് റിസൾട്ടാണ്. ഈ ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാൻ കഴിയാത്തതിനെ നെഗറ്റീവ് റിസൾട്ട് എന്നാണ് പറയുന്നത്. അവർക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്, ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാൻ കഴിഞ്ഞില്ല. ഓൾ ദി പീരീഡ് കവറിങ് ഓൾ സീസൺസ് ഓഫ് ദി ഇയർ, ഒരു വർഷത്തിൻ്റെ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ അവർ ഈ പരീക്ഷണം ആവർത്തിക്കും. അപ്പോഴൊന്നും ഒരിക്കൽ പോലും അവർക്ക് ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാൻ സാധിച്ചില്ല. ഇത് നെഗറ്റീവ് റിസൾട്ട് വാസ് ലേറ്റർ ഇൻ്റർപ്രറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഇങ്ങനെ ഈ നെഗറ്റീവ് റിസൾട്ട് കിട്ടിയത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഈതർ ഉണ്ട് എന്നുള്ള സപ്പോസിഷനിൽ, ഈതർ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവർ പരീക്ഷണം ചെയ്തത്. ഈതർ ഉണ്ടെങ്കിൽ ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണേണ്ടതാണ്, പക്ഷെ അവർക്ക് ഫ്രിഞ്ച് ഷിഫ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഫ്രിഞ്ച് ഷിഫ്റ്റ് കിട്ടിയില്ല എങ്കിലും മൈക്കേഴ്സനും മോർലിയും ഈതർ ഇല്ല എന്നുള്ള ഈതർ ഉണ്ട് എന്നുള്ള സങ്കല്പം ഉപേക്ഷിച്ചില്ല. മൈക്കേഴ്സനും മോർലിക്കും ഫ്രിഞ്ച് ഷിഫ്റ്റ് കിട്ടിയില്ല. അപ്പോൾ അവർ ഈതർ ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ പരീക്ഷണം ചെയ്തത്, എന്നിട്ടും ഫ്രിഞ്ച് ഷിഫ്റ്റ് കിട്ടിയില്ല. ഫ്രിഞ്ച് ഷിഫ്റ്റ് കിട്ടിയില്ല എങ്കിൽ ഈതർ ഇല്ലെന്ന് വിചാരിക്കേണ്ടതാണ്. പക്ഷെ അവരങ്ങനെയല്ല വിചാരിച്ചത്. അവരപ്പോഴും ഈതറുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഫ്രിഞ്ച് ഷിഫ്റ്റ് വരുന്നില്ല, അവരുടേതായൊരു വ്യാഖ്യാനം കൊടുത്തു. എന്താണ് വ്യാഖ്യാനം നോക്കുക. അപ്പോൾ മൈക്കേഴ്സനും മോർലിയും ഈതർ എന്ന് പറയുന്ന മാധ്യമം ഇല്ലെന്ന് പറയാതെ ഈ നെഗറ്റീവ് റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവർ കൊടുത്തത് ഇങ്ങനെയാണ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് നെഗറ്റീവ് റിസൾട്ട്. എന്താണ് നെഗറ്റീവ് റിസൾട്ട്? പരീക്ഷണത്തിൽ ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാതെ പോയത്. 2 delta വെച്ച് നമ്മൾ എഴുതിയ ഇക്വേഷൻ പ്രകാരമുള്ള ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാതെ പോയത് മൈക്കേഴ്സനും മോർലിയും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെ? ഈതർ ഉണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈതർ ഡ്രാഗ്. അവർ പറയും ഈതർ ഉണ്ട്, പക്ഷെ അതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകും. മൂവിങ് ബോഡീസ് ഈതറിനെ ഡ്രാഗ് ചെയ്യും, അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി കാണാൻ പറ്റില്ല എന്നവർ പറയും.
Michelson tried to explain the negative result that the ether is dragged by the moving bodies. അപ്പോൾ ചലിക്കുന്ന വസ്തുക്കൾ ഈതറെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വലിച്ചുകൊണ്ട് പോകും എന്ന് മൈക്കൽസൺ പറയും. ആൻഡ് സോ ദ വെലോസിറ്റി ഓഫ് ഈതർ ഈ സീറോ റിലേറ്റീവ് ടു എർത്ത്. അപ്പോൾ എർത്തിനെ അപേക്ഷിച്ച് ഈതറിൻ്റെ സ്പീഡ് 0 ആയിരിക്കും. എർത്ത് കറങ്ങുമ്പോൾ എർത്തിനൊപ്പം ഈതറും കറങ്ങും. അതുകൊണ്ട് ഈതറിന് ഒരു പ്രത്യേക വെലോസിറ്റി കാണാൻ പറ്റത്തില്ല. ദിസ് ഐഡിയ വാസ് ഇൻ കോൺട്രഡിക്ഷൻ ടു ദി ഒറിജിനൽ assumption of the ether is an all pervasive frictionless medium. അപ്പോൾ കറങ്ങുന്ന എർത്ത് ഈതറിനെ വലിച്ചുകൊണ്ട് പോയി റിലേറ്റീവ് വെലോസിറ്റി ഇല്ലാതാക്കണമെങ്കിൽ ആ ഈതറിന് ഫ്രിക്ഷൻ ഉണ്ടാകണം. കാരണം എർത്തിൻ്റെ കൂടെ പോകണമെങ്കിൽ അല്പം കർഷണം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈതറിൻ്റെ സങ്കല്പം എന്താണ്? അത് എല്ലാവരും നിറഞ്ഞിരിക്കുന്ന കർഷണമില്ലാത്ത ഫ്രിക്ഷൻലെസ് മീഡിയം എന്നാണ് പറയുന്നത്. അപ്പോൾ എർത്ത് ഈതറിനെ ആ ഫ്രിക്ഷൻ മൂലം വലിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ധാരണ, ആ ആർഗ്യുമെൻ്റ് തെറ്റാണ്. അപ്പോൾ മൈക്കൽസിൻ്റെ ഈ ആർഗ്യുമെൻ്റ് സ്വീകാര്യമായില്ല. ഈതർ ഡ്രാഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്വീകാര്യമായില്ല നെഗറ്റീവ് റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ വരുന്നതാണ് രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ. എന്തിൻ്റെ എക്സ്പ്ലനേഷൻ? നെഗറ്റീവ് റിസൾട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണാതിരുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ. അത് കൊടുക്കുന്നത് ലോറൻസ് ഫിറ്റ്സ്ജെറാൾഡും കൂടിയാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫിറ്റ്സ്ജെറാൾഡ് കോൺട്രാക്ഷൻ. സ്പെല്ലിൽ നോക്കണേ, ലോറൻസ് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. നമ്മൾ പഠിക്കാനുണ്ട് ഇനി കാര്യമായിട്ട്. LORENTZ, ലോറൻസ് -ഫിറ്റ്സ്ജെറാൾഡ്, FITZGRALD. ലോറൻസ് ഫിറ്റ്സ്ജെറാൾഡ് കോൺട്രാക്ഷൻ, അത് നമ്മൾ ചുരുക്കി LF കോൺട്രാക്ഷൻ എന്ന് പറയും. അതായത് ചലിക്കുന്ന വസ്തു ഈ ഒരു മീഡിയത്തിന് ഒപ്പിച്ച് ചലിച്ചു കഴിഞ്ഞാൽ ആ ചലിക്കുന്ന വസ്തുവിന് നീളം കുറയും എന്ന് പറയുന്നതാണ്. ഹൈ സ്പീഡ് ആകുമ്പോൾ 1 മീറ്റർ നീളമുള്ള സ്കെയില് ചലിക്കുകയാണെങ്കിൽ അത് പോകുന്ന ദിശയിൽ, അത് ചലിക്കുന്ന ദിശയിൽ ലെങ്ത് കോൺട്രാക്റ്റ് ചെയ്യും, ലെങ്ത് ചുരുങ്ങിപ്പോവും. 1 മീറ്റർ 1/2 മീറ്ററൊക്കെ ആക്കി ചുരുങ്ങാം എന്ന് പറയുന്ന ഐഡിയയാണ്. അതിന് നമ്മൾ ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് പിന്നീട് പറയും. ഇപ്പോൾ പറയുന്നത് LF കോൺട്രാക്ഷൻ എന്നാണ്. ആ ലോറൻസ് ഫിറ്റ്സ്ജെറാൾഡ് കോൺട്രാക്ഷൻ, അതിനെ ലെങ്ത് കോൺട്രാക്ഷൻ എന്നും വിളിക്കാം. ലോറൻസ് ആൻഡ് ഫിറ്റ്സ്ജെറാൾഡ് ഇൻഡിപെൻഡൻ്റ്ലി അവർ പ്രത്യേകമാണ് ഇത് പറഞ്ഞത്. ലോറൻസ് ആൻഡ് ഫിറ്റ്സ്ജെറാൾഡ് ഇൻഡിപെൻഡൻ്റ്ലി പുട്ട് ഫോർവേഡ് ദിയർ ഹൈപ്പോത്തിസിസ് ടു എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഈതർ ഫ്രെയിം. ഈതർ ഫ്രെയിമിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ലോറൻസും ഫിറ്റ്സ്ജെറാൾഡും അവരുടെ വാദഗതികൾ നിരത്തും. അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസിസ്, along the direction of motion through either, the size of all material bodies is contracted. ഈതർ ചലിക്കുന്ന ദിശയിൽ ഏതെങ്കിലും വസ്തു ചലിച്ചാൽ ആ ദിശയിൽ വസ്തുക്കളുടെ ലെങ്ത് കോൺട്രാക്ട് ചെയ്യും, ലെങ്ത് ചുരുങ്ങും എന്നുള്ളതാണ് ആർഗ്യുമെന്റ്. The size of the material bodies is contracted. വസ്തുക്കൾ നീളം കുറയുമെന്ന്. And this is called LF contraction, Lorentz Fitzgerald contraction. ഇത് കോൺട്രാക്റ്റഡ് ലെങ്ത് ഈസ് ഗിവൺ ബൈ, ചുരുങ്ങിയ നീളം കാണുന്ന ഇക്വേഷനാണ്. L is L0 into root of 1 minus v square by c square, where L0 is a rest length. ഈ ചലിക്കാത്തപ്പോഴുള്ള ലെങ്താണ്. റെസ്റ്റ് ലെങ്ത് ഒരു പ്രോപ്പർ ലെങ്ത്. L is a contracted length എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ L is L0, ലെങ്ത് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പഴയ ടൈമിനകത്ത് നിന്ന് ഇട്ട് നോക്കാം. Then T1 is equal to 2LC by c square minus v square becomes. ആ T1 എന്നുള്ള സമയം എങ്ങനെ മാറും നോക്കാം. ഇവിടെ എല്ലിന് പകരം ഈ കോൺട്രാക്റ്റഡ് ലെങ്ത് കൊടുക്കുക. T1 is 2L0 by root of 1 minus v square by c square. ആ എല്ലിൻ്റെ വാല്യൂ L0 എന്ന ടൈമിൽ കൊടുക്കുകയാണ്. ഇൻറ്റു സി മുകളിലുണ്ട് ബൈ c square minus v square എന്ന് വരും. The time T2 is given by 12 by root of c square minus c square, that is 2L0 by root of c square minus v square. Simplifying equation 1, ആ മോളിക്കാണ് ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ എന്ത് കിട്ടും? ഈ
മുകളിലത്തെ അകത്തേക്ക് നമ്മൾ സി സ്ക്വയർ സി കൊണ്ട് വിളിക്കുമ്പോൾ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയറും താഴെയുള്ള ആ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ നിന്ന് ഒരെണ്ണം വെട്ടിപ്പോകുമ്പോൾ നമുക്ക് 2l0 ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഈ കാണുന്ന പോലെ ഇങ്ങനെ കിട്ടും. ആ ഇക്വേഷൻ T1 സിമ്പിളിഫൈ ചെയ്യുമ്പോൾ ഒരു പ്രയാസവും ഇല്ല. ഇങ്ങനെ നോക്കി നമുക്ക് ആ പുറത്ത് കിടക്കുന്ന സി കൊണ്ട് റൂട്ടിനകത്തേക്ക് വിളിക്കുമ്പോൾ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. എന്നിട്ട് ഒരു റൂട്ടും താഴെ ഉള്ളതിൽ ഒരു റൂട്ടും വെട്ടിപ്പോയിട്ട് താഴെ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട്. അപ്പോൾ 2 നോക്കിക്കേ, 2 is 2l0 ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. T1 എന്തായിട്ട് മാറി 2l0 ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ ആ ടൈമിന് വ്യത്യാസമില്ല. T1ഉം T2ഉം സെയിം ആയിട്ട് വരും. ഫ്രം 1 and 3 we get T1 is T2 delta T equal to T1 minus T2 equal to 0. ടൈം ഡിഫറൻസ് ഇല്ല. ടൈം ഡിഫറൻസ് ഇല്ല, പിന്നെ പാത്ത് ഡിഫറൻസ് ഇല്ലല്ലോ. This shows there is no path difference and hence there is no fringe shift. ഫ്രിഞ്ച് ഷിഫ്റ്റ് ഇല്ല. അതാണ്. അപ്പോൾ ലെന്ത് കോൺട്രാക്ട് ചെയ്താൽ ഫ്രിഞ്ച് ഷിഫ്റ്റ് കാണത്തില്ല, അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാകത്തില്ല, നെഗറ്റീവ് റിസൾട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ അപ്പോൾ ഇവരുടെ ഒരു ഹൈപ്പോത്തിസിസ് അല്ല, ഒരു കൺസെപ്റ്റാണ് കേട്ടോ, ഒരു അസംഷനാണ്. അതിന് എക്സ്പെരിമെൻ്റൽ പ്രൂഫൊന്നുമില്ല. അത് നമ്മളിങ്ങനെ പറയും, നോ പോസിറ്റീവ് എക്സ്പെരിമെൻ്റൽ കൺഫർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ LF കോൺട്രാക്ഷൻ. അപ്പോൾ LF കോൺട്രാക്ഷന് ഇങ്ങനെ ലെങ്ത് ചുരുങ്ങുന്നതിന് LF കോൺട്രാക്ഷന് ഒരു പോസിറ്റീവ് കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു, ഒരു പരീക്ഷണം ചെയ്തുള്ളൊരു തെളിവൊന്നുമില്ലായിരുന്നു. The idea of such a contraction later found to be correct. The idea of such a contraction was later found to be correct. ഇങ്ങനെയുള്ള ഈ ചുരുങ്ങൽ, ഈ നീളം കുറയുന്ന രീതി പിന്നീട് തെളിയിക്കപ്പെട്ടു, പിന്നീട് ശരിയാണെന്ന് കാണുകയുണ്ടായി. ഇനി മൂന്നാമത്തെ എക്സ്പ്ലനേഷനാണ് ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ. അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. എന്തിൻ്റെ എക്സ്പ്ലനേഷൻ? നെഗറ്റീവ് റിസൾട്ടിൻ്റെ എക്സ്പ്ലനേഷൻ, ഫ്രിഞ്ച് കാണാത്തതിൻ്റെ എക്സ്പ്ലനേഷൻ. അത് ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻ. Einstein's interpretation of negative result. The proper explanation for negative result was given by Einstein. He concluded that the velocity of light in space is a universal constant. This statement is called the principle of constant speed of light. The speed of light is c rather than c plus v in any frame. അതാണ് ആശയം. അതായത് ഈ നെഗറ്റീവ് റിസൾട്ടിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹം പറയും, ഈ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അതിനേക്കാൾ വലിയ സ്പീഡില്ല, അതിനേക്കാൾ വലിയ വെലോസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ c+v എന്ന് നമ്മൾ എടുക്കുന്നത് തെറ്റാണ്. നമ്മൾ നേരത്തെ കാൽക്കുലേഷനകത്ത് L/c+v പ്ലസ് L - c - v എന്നൊക്കെ എടുത്താണ് കൂട്ടിയത്. അങ്ങനെ എടുക്കാൻ പാടില്ലെന്ന്. കാരണം c എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിബിൾ വെലോസിറ്റിയാണ്, അതിനേക്കാൾ കൂടിയ വെലോസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ c+v എന്ന് എടുത്തത് തെറ്റാണ്. അങ്ങനെ എടുക്കാൻ പാടില്ല. c എന്നേ പറയാൻ പറ്റുള്ളൂ. c+v വരുന്ന സ്ഥലത്തെല്ലാം c എന്ന് എഴുതണം എന്ന് അദ്ദേഹം പറയും. അതുപോലെ c - v, ഈ c ആയിട്ട് നോക്കുമ്പോൾ വിയുടെ വാല്യൂ വളരെ ചെറുതാണ്. അപ്പോൾ c - vയും c ആയിട്ട് തന്നെ മാറും. ഇതാണ് ഏറ്റവും വലിയൊരു ആശയം. c+v എന്ന് നമ്മൾ ആ സ്വിമ്മിങ് അനലോഗി പരീക്ഷണത്തിൽ, സ്വിമ്മിങ് അനാളജിയിൽ എടുത്ത രീതി തെറ്റാണ്. അവിടെ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞില്ല, കാരണം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് c+v എന്ന് എടുക്കാൻ പാടില്ല. c+v എന്ന് എടുത്താണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഐൻസ്റ്റീൻ പറയും. കാരണം c ആണ് ഏറ്റവും കൂടിയ വെലോസിറ്റി, c+v എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ഇല്ല. ഇതാണ് പ്രോപ്പർ എക്സ്പ്ലനേഷൻ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഞ്ച് ഷിഫ്റ്റ് കിട്ടത്തില്ല, പാത്ത് ഡിഫറൻസ് ഡെൽറ്റ കിട്ടത്തില്ല. അതാണ് ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ. റിസൾട്ട് ഓർ ഇംപ്ലിക്കേഷൻ ഓഫ് മൈക്കൽസൺ-മോർലി എക്സ്പെരിമെൻറ്റ്. ഈ മൈക്കൽസൺ-മോർലി എക്സ്പെരിമെൻറ്റിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ് ഇതിൽ തരുന്ന സൂചന, എന്താണ് ഇതിൻ്റെ ആ ഫൈനൽ റിസൾട്ട്? ഈ മൈക്കൽസൺ-മോർലി എക്സ്പെരിമെൻറ്റ് നമുക്ക് തരുന്ന ഇംപ്ലിക്കേഷൻ എന്താണിത് പറയുന്നത്?
The negative result of Michelson-Morley experiment, MM experiment, has two implications. രണ്ട് ഇംപ്ലിക്കേഷൻ ഉണ്ട്. രണ്ട് സംഗതികൾ നമുക്ക് തരുന്നുണ്ട്, രണ്ട് സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. One, the speed of light is the same in all directions. എല്ലാ ഡയറക്ഷനിലും സ്പീഡ് ഓഫ് ലൈറ്റ് സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. C+B എടുക്കാൻ പാടില്ല. C മൈനസ് ബിയും സി ആയിട്ട് തന്നെ മാറും, ബി സിയു ആയിട്ട് വളരെ താഴെയാണെങ്കിൽ. പിന്നെ അടുത്തത്, ദ അസംപ്ഷൻ ഓഫ് ദി ലൂമിനിഫറസ് ഈതർ ഈസ് നോട്ട് ട്രൂ. ഈതർ ഉണ്ട് എന്ന് പറയുന്ന സങ്കല്പം, ഈ എല്ലായിടവും നിറഞ്ഞ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ ഈതർ ഉണ്ട് എന്ന് പറയുന്ന സങ്കല്പം തെറ്റാണ്. ഇത് അസംപ്ഷൻ ഓഫ് ദി ലൂമിനിഫറസ് ഈതർ ഈസ് നോട്ട് ട്രൂ ആസ് മോഷൻ ഈസ് റിലേറ്റീവ് ആൻഡ് ഈതർ ഈസ് അൺഡിറ്റക്റ്റബിൾ. ഈതർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഈതർ ഇല്ല, എല്ലാ മോഷൻ റിലേറ്റീവാണ് എന്നുള്ളതാണ് ഈ മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻ്റ് തരുന്ന രണ്ട് ഇംപ്ലിക്കേഷൻസ്. പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ് എ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ രണ്ട് എസ് എയുടെ പ്രധാനപ്പെട്ട് പഠിക്കുന്നതിൽ ഒന്ന് ഈ മൈക്കേഴ്സൺ മോർലിയാണ്, രണ്ടാമത് ലോറൻസ് ട്രാൻസ്ഫോർമേഷനാണ്. രണ്ട് മാറി മാറി ചോദിക്കും. ഒരു പരീക്ഷയ്ക്ക് മൈക്കേഴ്സൺ മോർലി ആണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും കാണും, കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പരീക്ഷയാണ് വരാൻ വരുന്നത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും പഠിക്കണം. രണ്ട് ക്ലാസ് കൊണ്ടാണ് തീരുന്നവർക്ക്. അപ്പോൾ സ്പീഡിൽ എഴുതിയാൽ മാത്രമേ നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുള്ളൂ. പഠിക്കാൻ വളരെ എളുപ്പമാണ്, കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്, നമ്മൾ കണ്ടതാണ്. ഇതിന് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്കസ് വിത്ത് റിലവൻറ്റ് തിയറി ദ മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ്, ഗീവ് ദി എക്സ്പ്ലനേഷൻ ഓഫ് ദി നെഗറ്റീവ് റിസൾട്ട്, ഓൾസോ ഗീവ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ നമുക്ക് തിയറി സ്വിമ്മിങ് അനലോഗി പറയണം, എന്നിട്ട് അതിൻ്റെ ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കണം, സെക്കൻഡ് സ്വിമ്മർ വിൻസ് ദ റേസ് എന്ന് പറയണം, പിന്നെ ഈ ക്ലാസ്സിൽ പറഞ്ഞ മൈക്കേഴ്സൺ അപ്പാരൻസ് വരയ്ക്കണം, പരീക്ഷണം പറയണം, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ റിസൾട്ട് 3 തരത്തിൽ. ഒന്ന് മൈക്കേഴ്സൻ്റെ ഈതർ ഡ്രാഗ്, രണ്ടാമത്തെ LF കോൺട്രാക്ഷൻ, മൂന്നാമത്തത് ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷനായ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ. വെലോസിറ്റി സി ആണ് മാക്സിമം, അതിനേക്കാൾ കൂടിയ വെലോസിറ്റി ഇല്ല എന്ന് പറയുന്ന കാര്യം. പിന്നെ ചില ഷോർട്ട് ആൻസറും ചോദിക്കാറുണ്ട്. വൈ വാസ് മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ് പെർഫോംഡ്? എന്തിനാണ് മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്തത്? ഒരു യൂണിവേഴ്സൽ ഫ്രെയിം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സെർച്ച് ഫോർ യൂണിവേഴ്സൽ ഫ്രെയിം, സെർച്ച് ഫോർ ഈതർ എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ SIയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിലാണ് അത് വരുന്നത്. അടുത്തത്, വാട്ട് ഈസ് ലോറൻസ് ഫിറ്റ്സ്ജെറാൾഡ് ഹൈപ്പോത്തിസിസ്? നമ്മൾ അവസാനം പറഞ്ഞ എക്സ്പ്ലനേഷനിലെ ഒരു 3 എക്സ്പ്ലനേഷൻ പഠിച്ചല്ലോ. ഈതർ ഡ്രാഗ്, LF കോൺട്രാക്ഷൻ, പിന്നെ ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ. അപ്പോൾ അതിന് രണ്ടാമത്തത് വാട്ട് ഈസ് LF കോൺട്രാക്ഷൻ? LF ലോറൻസ് ഫിറ്റ്സ്ജെറാൾഡ് ഹൈപ്പോത്തിസിസ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതിൽ എന്ത് കോൺട്രാക്ഷൻ എന്ന് വിളിക്കും? അടുത്ത ചോദ്യം ഷോർട്ട് ആൻസറാണ്. ഗീവ് ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ ടു ദി നെഗറ്റീവ് റിസൾട്ട് ഓഫ് മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ്. ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. കാര്യം മനസ്സിലായാലും, C+B എന്ന് എടുക്കാൻ പാടില്ല, C എന്ന് എടുക്കാൻ പാടില്ല. C ആണ് മാക്സിമം പോസിബിൾ വെലോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് മൈക്കേഴ്സൺ-മോർലി എക്സ്പെരിമെൻറ്റ്? നമ്മൾ അവസാനം പറഞ്ഞ 2 പോയിന്റ്, അതിന് ഇംപ്ലിക്കേഷൻസ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് പോസ്റ്റുലേറ്റ്സ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. പോസ്റ്റുലേറ്റ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒറിജിനൽ സിഗ്നിഫിക്കൻസിൽ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ പ്രത്യേകം എഴുതി തരികയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്. പോസ്റ്റുലേറ്റ്സ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് മാക്സിമം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. നമ്മൾ കണ്ട 2 അത് വീണ്ടും നമ്പറിട്ട് എഴുതി തരികയാണ്. പോസ്റ്റുലേറ്റ്സ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അത് അടുത്ത ക്ലാസ്സിലാണ് പറയാൻ പോകുന്നത്. That is all with our 45th lecture on classical mechanics. We continue the topic in the next class. Thank you very much.